മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേക ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. ക്രിസ്മസൊക്കെ ഭംഗിയായി ആഘോഷിച്ചു കാണും എന്ന് വിശ്വസിക്കുന്നു. പുൽക്കൂട്ടിലെ ഉണ്ണീശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ക്രിസ്തുമസിനെ സംബന്ധിച്ചുള്ള ഒരു സന്ദേശം നൽകാനാണ് കർത്താവ് പ്രേരണ നൽകുന്നത്. ക്രിസ്തുമസ് എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നാം ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ദൈവപിതാവിൻ്റെ മനുഷ്യവർഗത്തോടുള്ള അതുല്യമായ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കറിയാം, ദൈവം നമ്മുടെ പിതാവാണ്. ദൈവം സകല സൃഷ്ടവസ്തുക്കളുടെയും സൃഷ്ടികർത്താവാണ്. അതുകൊണ്ട് തന്നെ ആദ്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേക ദൈവം ഒന്നിച്ചെടുത്ത ഒരു തീരുമാനമായിരുന്നു, നമുക്ക് നമ്മുടെ ഛായയിൽ നമുക്ക് മനുഷ്യരെ സൃഷ്ടിക്കാം. അവർ നമ്മുടെ മക്കളായി നമ്മോടൊപ്പം നമ്മെ സ്നേഹിച്ചുകൊണ്ട് സന്തോഷത്തിലും ആനന്ദത്തിലും സമാധാനത്തിലും സ്നേഹത്തിലും അവർ വസിക്കും. അതിനാൽ പ്രിയപ്പെട്ടവരെ, ആദ്യമായി ദൈവം ചെയ്തത് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അതിമനോഹരമായ ഒരു പറുദീസായായിരുന്നു. ആ പറുദീസ ഭാവനയിൽ പോലും കാണാൻ സാധിക്കാത്തത്ര മനോഹരമായിരുന്നു. മനുഷ്യൻ കണ്ടിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ മനസ്സിലാക്കിയിട്ടുള്ളതോ ഒന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ആ പറുദീസായിൽ പാപം എന്നൊന്നുണ്ടായിരുന്നില്ല. ആ പറുദീസ വലിയ സ്നേഹവും അനുഗ്രഹവും ശാന്തിയും സമാധാനവും കൃപയും കൊണ്ട് നിറഞ്ഞതായിരുന്നു. മനുഷ്യൻ അനുഭവിക്കുന്ന ഈ ഭൂമിയിലെ ചൂടോ തണുപ്പോ ഉഷ്ണമോ അങ്ങനെ യാതൊന്നും ഇല്ലാത്ത ഏറ്റവും അതിമനോഹരമായ ഒരു സ്ഥലം. രോഗങ്ങളില്ല, പീഡനങ്ങളില്ല, പാപങ്ങളില്ല, ദേഷ്യമോ വെറുപ്പോ അഹങ്കാരമോ യാതൊരുവിധ തിന്മകളുമില്ല. എത്ര കണ്ടാലും മതിവരാത്ത അതിമനോഹരമായ ദൃശ്യങ്ങൾ, ഒരിക്കലും കേട്ടിട്ടില്ലാത്ത അതിമനോഹരമായ ഗാനം, മനുഷ്യ മനസ്സിനെ കോരിത്തെരിപ്പിക്കുന്ന ഓരോ നിമിഷങ്ങളും സന്തോഷവും സമാധാനവും നിറഞ്ഞ ആ പറുദീസയെപ്പറ്റി പറയാൻ വാക്കുകളൊന്നും പോരാ. അങ്ങനെ ആ പറുദീസ സൃഷ്ടിച്ച ശേഷം ദൈവം തൻ്റെ രൂപത്തിൽ, തൻ്റെ സാദൃശ്യത്തിൽ ആദമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ഭൂമിയിൽ കാണുന്ന ഒരു മനുഷ്യനോടും നമുക്ക് നമ്മുടെ ആദി മാതാപിതാക്കളെ താരതമ്യപ്പെടുത്താനാവില്ലായിരുന്നു. കാരണം ദൈവം സൃഷ്ടിച്ച തൻ്റെ കുഞ്ഞുങ്ങൾക്ക്, ദൈവം സൃഷ്ടിച്ച ആദമിനും ഹവ്വായ്ക്കും ദൈവം നൽകിയ സൗന്ദര്യം അതിമനോഹരമായിരുന്നു. ദൈവത്തെ പോലെ തന്നെ നിറഞ്ഞ സൗന്ദര്യവും ആരോഗ്യവും ജ്ഞാനവും അറിവും വിവേകവും എല്ലാവിധ സദ്ഗുണങ്ങളും കൊണ്ട് നിറഞ്ഞ യഥാർത്ഥത്തിൽ ഒരു രാജാവും ഒരു റാണിയുമായിരുന്നു അവർ. ആ പറുദീസായിൽ എല്ലാ ജീവജാലങ്ങളും ഉണ്ടായിരുന്നു. ആ ജീവജാലങ്ങളെല്ലാം പക്ഷികളും മൃഗങ്ങളും പലതരത്തിലുള്ള ജീവജാലങ്ങളും അവരെല്ലാം സമാധാനത്തിൽ കഴിഞ്ഞിരുന്നു. യാതൊരു തരത്തിലുള്ള ദേഷ്യമോ ഈർഷ്യയോ അവരുടെ ഉണ്ടായിരുന്നില്ല.
എന്നാൽ അവരുടെ എല്ലാം മുകളിൽ, പറുദീസായിലെ സകല സൃഷ്ടവസ്തുക്കളുടെയും മുകളിൽ ദൈവം ആദമിനും ഹവ്വായ്ക്കും അധികാരം നൽകി. ഒരു രാജാവിനെ പോലെ, ഒരു രാജ്ഞിയെ പോലെ അവർ സന്തോഷത്തോടുകൂടെ അവിടെ ജീവിതം ആരംഭിച്ചു. എല്ലാ അധികാരങ്ങളും അവർക്ക് നൽകിയതിന് ശേഷം പ്രിയപ്പെട്ടവരെ, സ്നേഹപിതാവ് തൻ്റെ കുഞ്ഞുങ്ങളോട് ഇപ്രകാരം പറഞ്ഞു: പ്രിയമക്കളെ, സൃഷ്ടിയുടെ നിയമങ്ങളും രഹസ്യങ്ങളും നിങ്ങൾക്കറിയാം. ഞാൻ സൃഷ്ടികർത്താവാണ്. അതിനാൽ സൃഷ്ടിക്കാനുള്ള അവകാശത്തിൽ നിങ്ങൾ കൈവയ്ക്കരുത്. സൃഷ്ടിക്കാനുള്ള അവകാശം എന്നിൽ മാത്രം നിക്ഷിപ്തമാണ്. മനുഷ്യവർഗത്തിൻ്റെ സ്ഥിരതയ്ക്കും വർധനവിനും സ്നേഹം മാത്രം മതി. എൻ്റെ സ്നേഹം മാത്രം മതി. ആ സ്നേഹം നിങ്ങളിൽ പ്രചരിക്കും. ഏറ്റവും നിർമ്മലമായ സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ആ സ്പന്ദനങ്ങൾ അവ ഉത്തേജിപ്പിക്കും. അവയിൽ നിന്ന് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകും. എന്നാൽ തൽക്കാലം ആ മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ള ആ രഹസ്യം എനിക്ക് മാത്രമായി ഞാൻ കാത്തു സൂക്ഷിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക, നിങ്ങൾ കാത്തിരിക്കുക. സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ഇവയെല്ലാം സംഭവിക്കും. തികച്ചും ദൈവസ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ദൈവീക മക്കൾ. ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടായിരുന്നു. അതേ, മനുഷ്യന് എപ്രകാരം കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന്. എപ്രകാരം കുഞ്ഞുങ്ങൾ ഉണ്ടാകണം. അവർ ദൈവമക്കളായി പറുദീസായി അനന്തകാലം വരെ മരണമില്ലാത്ത നിത്യതയോളം വാഴുന്ന ആ ജീവിതം ദൈവം മുന്നിൽ കണ്ടു. തൻ്റെ കുഞ്ഞുങ്ങളുടെ ആ ജീവിതം. സ്നേഹം നിറഞ്ഞവരെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. വൃക്ഷത്തെ പറ്റി പറയുന്നുണ്ട്. ആ വൃക്ഷത്തിൻ്റെ സമീപത്തു പോലും പോകരുതെന്നും ഫലത്തെ സ്പർശിക്കുക പോലും ചെയ്യരുതെന്നും അത് ഭക്ഷിക്കരുതെന്നും അവർക്ക് ദൈവം കൽപ്പന കൊടുത്തിരുന്നു. അതിപ്രകാരമാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ഒരു ശത്രു ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ദൈവത്തിൻ്റെ സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ നേതാവായി ദൈവം അവനെ നിയമിച്ചിരുന്നു. എന്നാൽ തൻ്റെ ശക്തിയിലും തൻ്റെ സൗന്ദര്യത്തിലും അവൻ അഹങ്കരിച്ചു. അപ്രകാരം ആ അഹങ്കാരത്തെ അവൻ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിൻ്റെ അവസാനം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെയും മുകളിൽ അവൻ സിംഹാസനം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ദൈവം അവനെ സ്വർഗത്ത് നിന്ന് അവനെയും അവൻ്റെ സൈന്യത്തെയും പൂർണ്ണമായി വിശുദ്ധ മിഖായേൽ മാലാഖയ്ക്ക് ശക്തി കൊടുത്തുകൊണ്ട് അവനെതിരെ പടപൊരുതി അവനെയും അവൻ്റെ കൂട്ടരെയും സ്വർഗത്ത് നിന്ന് നീക്കം ചെയ്യുകയുണ്ടായി. നാം അവയെപ്പറ്റി യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, 12 മുതലുള്ള വാക്യങ്ങൾ. അതേ പ്രിയപ്പെട്ടവരെ, അഹങ്കാരത്തിൻ്റെ തുടക്കം അവിടെ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യത്തെ പാപവും ഏറ്റവും ഭയാനകമായ പാപവും മറ്റൊന്നല്ല, അഹങ്കാരമെന്ന പാപമാണ്. ദൈവം തൻ്റെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ആദമിനും ഹവ്വായ്ക്കും സൂചന നൽകിയിരുന്നു. ഈ ശത്രുവിനെ പറ്റി സൂചന നൽകിയിരുന്നു. അവനിൽ നിന്ന് യാതൊരു നന്മയും ഉണ്ടാകില്ല എന്നും തിന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും
അവൻ്റെ വാക്കുകൾ കേൾക്കരുതെന്നും ദൈവം തൻ്റെ മക്കളോട് കൽപ്പിച്ചിരുന്നു. ഞാൻ പറയുന്നത് പോലെ കേൾക്കുക, അനുസരിക്കുക, എന്നെ സ്നേഹിക്കുക, കാത്തിരിക്കുക എന്നുള്ള സന്ദേശമാണ് തൻ്റെ മക്കൾക്ക് ആദ്യമായിട്ട് ദൈവം നൽകിയത്. സാത്താൻ ദൈവത്തെയും ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ ഇടയ്ക്കും സ്നേഹത്തിന് പകരം വിഭജനം കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. ദൈവത്തെ വേദനിപ്പിക്കാനാണ് അവൻ ആഗ്രഹിച്ചത്. നമുക്കറിയാം, ദൈവം മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കള് മാതാപിതാക്കൾക്കെതിരാകുമ്പോൾ അവരുടെ വേദന എത്ര വലുതാണെന്ന് നോക്കുക. അതിനേക്കാളും എത്ര വലുതായിരുന്നു ദൈവത്തിൻ്റെ വേദന എന്ന് ഓർത്ത് നോക്കുക. അവൻ ഹവ്വയെ സമീപിച്ചു. ഒരുപക്ഷെ സ്ത്രീകളെ പെട്ടെന്ന് കുടുക്കിലാക്കാം, അവർ പറയുന്നത് പെട്ടെന്ന് വിശ്വസിക്കും, അവർ ദുർബലരാണ് എന്നുള്ള ചിന്താഗതി ഉണ്ടാകാം. അവൻ ആദ്യം ആദമിനെ സമീപിക്കാതെ ഹവ്വയെ സമീപിച്ച് അവൻ ആദ്യ മാതാപിതാക്കളെ സമീപിച്ചുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു, നിങ്ങൾ എന്താണ് കരുതുന്നത്? നിങ്ങൾ രാജാവും റാണിയുമാണെന്നാണോ നിങ്ങളുടെ വിചാരം? കാട്ടുമൃഗങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം പോലും നിങ്ങൾക്കുണ്ടോ? ദൈവം തൻ്റെ അധികാരത്തിൽ നിങ്ങളെ അടിമകളാക്കി വെക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമെന്നാണോ നിങ്ങളുടെ വിചാരം? ദൈവം അതിന് അനുവദിക്കുമെന്നാണോ നിങ്ങളുടെ വിചാരം? വെറുതെയാണ്. വിശ്വസിക്കരുത്. നിങ്ങൾ നോക്കുവിൻ, ഈ ജീവജാലങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലേ? ഈ മൃഗങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലേ? അവരെത്ര സന്തോഷമായിട്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കിക്കണ്ട് സന്തോഷിക്കുന്നു. നിങ്ങൾക്കും ആഗ്രഹമില്ലേ അതിനായി? നിങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളെ പുരുഷനും സ്ത്രീയുമായിട്ട് സൃഷ്ടിച്ചത്? നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. ഞാൻ പറയാം, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുക മാത്രമല്ല, നിങ്ങൾക്ക് ദൈവത്തെ തോൽപ്പിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകാൻ സാധിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി നിങ്ങൾക്ക് ദൈവത്തോട് പറയാൻ സാധിക്കും, ഇതാ ഞങ്ങളും ദൈവത്തെ പോലെയായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ദൈവത്തെ പരാജയപ്പെടുത്താൻ സാധിക്കും. നിങ്ങൾക്ക് ദൈവങ്ങളാകാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊന്നുമല്ല, ഇതിനൊക്കെ അപ്പുറം അവൻ ആദിമാതാപിതാക്കളെ പറഞ്ഞു വിശ്വസിപ്പിക്കുക മാത്രമല്ല, അവർ ശ്രദ്ധയോടെ ഇതെല്ലാം കേട്ടുകൊണ്ടേയിരുന്നു. പാപത്തിൻ്റെ അവസരം, പാപത്തിൽ വീഴാനുള്ള അവസരത്തിൽ നിന്ന് അവർ ദൂരെ പോയില്ല. ആദ്യമേ സൃഷ്ടിയെ പറ്റിയാണ് ഇവൻ പറയുന്നത് എന്ന് കേട്ടപ്പോൾ തന്നെ യഥാർത്ഥ സൃഷ്ടികർമ്മത്തെപ്പറ്റി ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ദൈവസ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് ദൈവിക മക്കൾ. ദൈവത്തിന് നിഗൂഢവും പരിശുദ്ധവുമായ പദ്ധതിയുണ്ട്. ഇവൻ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല, ഇവൻ തെറ്റാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി അവിടുന്ന് പോകേണ്ടതായിരുന്നു. എന്നാൽ അവർ അവിടെ നിന്നു. അതെല്ലാം കേട്ട് അവസാനം അവൻ പറഞ്ഞതെല്ലാം ശരിയെന്ന് തോന്നി കേട്ടപ്പോൾ അവൻ അവരിൽ മൃഗീയമായ വികാരങ്ങൾ കൊണ്ട് നിറച്ചു. ആ വികാരം അതിൻ്റെ അങ്ങേയറ്റത്തെ സ്റ്റേജിലെത്തിയപ്പോൾ പ്രിയപ്പെട്ടവരെ, അവൻ പറഞ്ഞതുപോലെ തന്നെ അവർ പാപം ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിലുള്ള ആദി പാപം. നോക്കൂ, അവിടെ നിന്ന് ആ അവസ്ഥ പാപം ചെയ്തപ്പോൾ ആ കൃപാപരാവസ്ഥ അവർക്ക് നഷ്ടപ്പെട്ടു. കൃപാപരാവസ്ഥ നഷ്ടപ്പെടുന്ന ഒരാത്മാവ് ഒരു മനുഷ്യൻ മൃഗമായി മാറുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം നോക്കൂ പ്രിയപ്പെട്ടവരെ,
ആദം ഹവ്വായ്ക്ക് ജനിച്ച സകല മനുഷ്യരിലും അഹങ്കാരമെന്ന പാപമുണ്ട്. അഹങ്കാരം മറ്റെല്ലാ പാപങ്ങളുടെയും യഥാർത്ഥ തായ് പേരാണെന്ന് ഓർക്കുക. അഹങ്കാരം മൂക്കുമ്പോഴാണ്, അഹങ്കാരം ശക്തിപ്പെടുമ്പോൾ അത് ശക്തമായ അനുസരണക്കേടായി മാറുന്നു. അനുസരണക്കേടെന്നുള്ള വ്യക്തി ചോദിക്കുന്നു സ്വയം, നിങ്ങളാരാണ് എന്നോട് കൽപ്പിക്കാൻ? എനിക്കറിയാമെല്ലാം, ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും. തൻ്റെ ഇടം, അഹങ്കാരം. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഇത്തരത്തിലുള്ള അഹങ്കാരം ജഡിക പാപങ്ങളിലേക്ക് വീഴുന്നു. പിന്നീട് മറ്റെല്ലാ പാപങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ആ ആത്മാവിനെ വലയം ചെയ്ത് നശിപ്പിക്കുന്നു. ആദ്യ മാതാപിതാക്കളുടെ പാപം മനുഷ്യരിൽ മുഴുവൻ വ്യാപിച്ചു. ഒരു വിഷം പോലെ, ഒരു മഹാമാരി പോലെ നാം കാണുന്നു. നോഹയുടെ കാലഘട്ടത്തെ പാപം എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? ഈ ജഡികതയായിരുന്നു, ഈ അഹങ്കാരം എന്ന പാവമാർ, ഈ അനുസരണക്കേടെന്ന പാവമാർ. മനുഷ്യൻ ശരിക്കും മൃഗങ്ങളെ പോലെ തന്നെയായി മാറി. പരിശുദ്ധി ഇല്ലാതായി, കൃപയില്ലാതായി, പാപം മാത്രം ശക്തിപ്പെട്ടു. നോക്കുക, അന്ന് ഈ ഭൂമി മുഴുവൻ ജനത്തെ കൊണ്ട് നിറഞ്ഞിരുന്നു. എന്നാൽ വെറും ഒരൊറ്റ കുടുംബം മാത്രമേ ദൈവസന്നിധിയിൽ നീതിമാന്മാരായിട്ട് ദൈവം കണ്ടുള്ളൂ. ബാക്കി എല്ലാവരും മൃഗങ്ങളെപ്പോലെ അധപ്പതിച്ചിരുന്നു. അഹങ്കാരവും ജഡികതയും അനുസരണക്കേടും മറ്റെല്ലാ പാപങ്ങളും വഴിയായി. പ്രിയപ്പെട്ടവരെ, മുന്നോട്ട് പോകുമ്പോൾ നാം കാണുന്നുണ്ട് ദൈവം പ്രത്യേകമായി മോശയെ വിളിക്കുന്നതും മോശയിലൂടെ ഇസ്രായേൽ ജനതയെ ഫറവോന്റെ കീഴിൽ നിന്ന് അത്യത്ഭുതമായ രീതിയിൽ അവരെ രക്ഷിച്ചു കൊണ്ടുവരുന്നതും. മുന്നോട്ടുള്ള യാത്രയിൽ ഈ 10 വലിയ അത്ഭുതങ്ങൾ കണ്ട ജനത മാത്രമല്ല, 40 വർഷം മരുഭൂമിയിൽ ദൈവം അപ്രകാരം അവരെ നയിച്ചു. ആ അവസ്ഥ, അതെല്ലാം അവർ മറന്നുപോയി. പാപത്തിൻ്റെ മേൽ വീണ്ടും പാപത്തിന് അടിമപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നയിക്കുന്ന ജനതകളെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, സ്നേഹപിതാവായ ദൈവം അങ്ങേയറ്റം ദുഃഖിച്ചു. വേണമെങ്കിൽ അവിടത്തേക്ക് തനിക്കെതിരെ പാപം ചെയ്ത ആ മാലാഖമാർക്ക് ഒരിക്കൽ കൂടെ തിരിച്ചു വരാനാവാത്ത രീതിയിൽ അവരെ തള്ളിക്കളഞ്ഞതുപോലെ ആദം ഹവ്വായെയും അവരിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട സകലരെയും തള്ളിക്കളയാമായിരുന്നു. എന്നാൽ അത് അവിടത്തേക്ക് ചെയ്യാനാവില്ല. അത് അവിടത്തേക്ക് സാധ്യമല്ലായിരുന്നു. കാരണം അവിടുന്ന് തൻ്റെ രൂപത്തിലാണ് നമ്മെ സൃഷ്ടിച്ചത്. എപ്രകാരം നമ്മെ തിരിച്ചു കൊണ്ടുവരാം എന്ന് അവിടുന്ന് അതിനെപ്പറ്റി ആലോചിച്ചു. ഈ പാപത്തിനൊരു പരിഹാരം വേണം, ഒരു പരിഹാര ബലി ആവശ്യമാണ്. ആ പരിഹാര ബലിക്ക് അനുയോജ്യനായ ഒരൊറ്റ വ്യക്തിയെപ്പോലും ദൈവത്തിന് മനുഷ്യഗണത്തിൽ നിന്ന് കാണാൻ സാധിച്ചില്ല. കാരണം സകലരിലും ആദിപാപം നിഴലിച്ചിരുന്നു. അങ്ങനെ ദൈവം ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ പ്രതീകമായ ഒരു പ്രവൃത്തി, തൻ്റെ പ്രിയപ്പെട്ട മകനെ തന്നെ ബലിയായി നൽകാൻ തീരുമാനിച്ചു. ദൈവം അതിന് മനുഷ്യനായി മാറണം. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് എല്ലാവിധ ദൈവത്തിൻ്റെ നിയമങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് ഒരിക്കൽ പോലും പാപം ചെയ്യാതെ, അതേ ഒരു കുഞ്ഞാട്ടിൻ കുഞ്ഞിൻ്റെ നിർമ്മലതയോടുകൂടെ ജീവിച്ച് ബലിയായി മാറണം.
പ്രിയപ്പെട്ടവരെ, അതിന് ആദ്യമായി ദൈവത്തിനൊരു അമ്മയെ ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാം അധികാരവുമുള്ള ദൈവം ആ കന്യകയ്ക്ക് ഒരു പ്രത്യേക വരദാനം നൽകി. ദൈവം തിരഞ്ഞെടുത്ത കന്യക, പരിശുദ്ധ കന്യക മാതാവ്. എന്തായിരുന്നു ആ പ്രത്യേകത? സകലവിധ പാപങ്ങളിൽ നിന്നും, ആദ്യ പാപത്തിൽ നിന്നും മറ്റ് സകലവിധ പാപങ്ങളിൽ നിന്നും ആ കന്യകയെ പൂർണ്ണമായും ഒഴിവാക്കി. നിർമ്മല കന്യക. അതേ പ്രിയപ്പെട്ടവരെ, ആ കന്യകയിൽ നിന്നും ജന്മമെടുത്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ദൈവമാണ്, അവിടുന്ന് സൃഷ്ടികർത്താവാണ്. ദൈവമായ ആ രക്ഷകന് സകല സൃഷ്ടി വസ്തുക്കളുടെ സൃഷ്ടികർത്താവായ അവിടുത്തേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. ഒരു അതിമനോഹരമായ സ്വർണം കൊണ്ടും രത്നം കൊണ്ടും നിർമ്മിച്ച ഒരു കൊട്ടാരത്തിൽ അവിടത്തേക്ക് ജന്മം എടുക്കാമായിരുന്നു. ഒരു കൊട്ടാരത്തിൽ അവിടത്തേക്ക് ജനിക്കാമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, മനഃപൂർവ്വം അവിടുന്ന് അത് ആഗ്രഹിച്ചില്ല. മാത്രമല്ല, അവിടുന്ന് മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു ഒരു കാലിത്തൊഴുത്തിൽ ജന്മമേകാൻ. തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് യാദൃശ്ചികമാണ്, സ്ഥലം കിട്ടാഞ്ഞിട്ടാണ്, സത്രത്തെ സ്ഥലം കിട്ടിയില്ല. ഏതെല്ലാം വീടുകളിൽ പ്രിയപ്പെട്ട യോസേപ്പ് പുണ്യാളൻ ചെന്ന് വാതിൽ തട്ടി അങ്ങേയറ്റം വിനയത്തോടെ യാചിച്ചു. ആ വാതിലുകളെല്ലാം കൊട്ടിയടയ്ക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അവിടെ അവർ സ്ഥലം കൊടുക്കാത്തതും സത്രത്തിൽ സ്ഥലം കിട്ടാത്തതിൻ്റെയും കാരണം ഈശോ ആഗ്രഹിച്ചിരുന്നു. അവിടെയെല്ലാം അങ്ങനെ ഒരു സ്ഥലം എനിക്ക് വേണ്ട. ഈ ഭൂമിയിലെ ഏറ്റവും ലാളിത്യം നിറഞ്ഞ, എളിമ നിറഞ്ഞ ഒരു ജീവിതമാണ് ഈശോ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അവിടുന്ന് കാലിത്തൊഴുത്ത് സ്വയം തിരഞ്ഞെടുക്കുവാനുള്ള കാരണം. എന്താണെന്നറിയാമോ? ഭൂമിയിലെ സകല മനുഷ്യവംശത്തിൻ്റെയും നാശത്തിന് കാരണം അഹങ്കാരമായ പാപമാണെന്നും അഹങ്കാരം നാശത്തിലേക്ക് മാത്രമേ നയിക്കൂ എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യവർഗത്തിന് ദൈവം ഒരു സന്ദേശം നൽകാൻ ആഗ്രഹിച്ചു. അതിതാണ് പ്രിയപ്പെട്ടവരെ, രക്ഷ എളിമയിലൂടെ മാത്രമേ സാധ്യമാകൂ. അതേ പ്രിയപ്പെട്ടവർ, എളിമയിലൂടെ മാത്രമേ രക്ഷ നേടാനാവൂ. അത് നമ്മെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരു കാലിത്തൊഴുത്തിൽ ഈ സകലവിധ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളുടെയും ഉടമയായ ദൈവം കാലിത്തൊഴുത്തിൽ ജന്മമെടുത്തു. ഒന്ന് ഓർത്ത് നോക്കുക. പക്ഷികളും മൃഗങ്ങളുമൊക്കെ പ്രസവമാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മുട്ടയിടാറാകുമ്പോഴത്തേക്കും എത്ര മനോഹരമായ കൂടുകളാണ് അവിടുന്ന് അവരുണ്ടാക്കുക. ഏറ്റവും പാവപ്പെട്ട മനുഷ്യനും ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ സർക്കാർ ഹോസ്പിറ്റലെങ്കിലും പോയി അഡ്മിറ്റ് ആവുകയില്ലേ? ദൈവം ഒരു കാലിത്തൊഴുത്തിൽ ജനിക്കുക. ആ എളിമയുടെ പിന്നിലെ ആ മഹാരഹസ്യം പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർത്തു നോക്കുക. ദൈവം ഒരു കാലിത്തൊഴുത്തിൽ ജനിക്കുക. നാം കാണുന്നുണ്ട് ഈശോയുടെ ജീവിതം മുഴുവൻ എളിമ നിറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നമുക്കൊക്കെ രക്ഷ പ്രാപിക്കാൻ എളിമ അങ്ങേയറ്റം അത്യാവശ്യമാണെന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത്. യഥാർത്ഥത്തിൽ എന്താണ് എളിമ? എളിമ സത്യമാണ്.
സത്യമാണ്. എളിമ സത്യമാണ്. സത്യം എന്താണ്? ദൈവത്തെ കൂടാതെ ഒന്ന് കൺപോള പോലും അടയ്ക്കാൻ നമുക്കാവില്ല, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാനാവില്ല എന്നുള്ള സത്യമാണ്. നമ്മളൊക്കെ എളിമ എന്തുമാത്രം, എളിമയ്ക്ക് വേണ്ടി നാം ദിവസവും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നാം എല്ലാവരും തന്നെ പലതരത്തിലുള്ള അഹങ്കാരം, ഞാൻ, എന്നെ, എനിക്ക്, എൻ്റെ എന്നുള്ള ചിന്ത. ഞാൻ ദിവസവും എളിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എങ്കിലും പലപ്പോഴും അഹങ്കാരത്തിൻ്റേതായ ചില പ്രകടനങ്ങൾ എന്നെ കാണാറുണ്ട്. ഇന്നലെ ഉദാഹരണം, ക്രിസ്മസ് രാത്രിയിൽ ഇടവകയിൽ നിന്നും കുറച്ച് ദൂരെയുള്ള ഒരു മിഷനിൽ പോയി കുർബാന ചൊല്ലി. രാത്രി കുർബാന കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ വിശ്വാസ സമൂഹമെല്ലാം കേക്ക് കട്ട് ചെയ്ത് വിതരണം ചെയ്യാണ്. അപ്പോൾ ചെറുപ്പക്കാരൻ എൻ്റെ പക്കലേക്ക് ഒരു പ്ലേറ്റിൽ അച്ഛാ കേക്ക് എന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു. കേക്ക് ഉണ്ടായിരുന്നില്ല, കേക്കിൻ്റെ പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ. അപ്പം ഞാൻ പറഞ്ഞു, നല്ല ക്രിസ്ത്യാനികളൊക്കെ ആദ്യം അച്ഛന് കൊടുക്കും, അതിന് ശേഷമേ മറ്റുള്ളവർക്ക് കൊടുക്കത്തുള്ളൂ, നീ എന്നെ അപമാനിക്കുകയാണ് എന്ന് ഇച്ചിരി ദേഷ്യത്തിൽ പറഞ്ഞു. പക്ഷേ ഞാൻ തിരിച്ചു പോരാൻ നേരത്ത് ഞാൻ വിചാരിച്ചു, ഞാൻ ആ രീതിയിലായിരുന്നില്ല പെരുമാറേണ്ടത്. ഞാൻ അവനോട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ആ പൊടി പോലും കഴിക്കാനുള്ള യോഗ്യതയില്ലാത്തവനാണ് ഞാൻ. അത് സന്തോഷമായിട്ട് സ്വീകരിച്ച് താങ്ക് യു പറഞ്ഞ് പോരേണ്ട ഞാൻ. എന്നിലുള്ള അഹങ്കാരമല്ലേ, ഞാൻ അച്ഛനാണ്, അച്ഛന്മാരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയെല്ലാം ചെയ്യുന്നില്ലേ, നിങ്ങൾക്കൊരു സ്നേഹമില്ലല്ലോ, നിങ്ങളിങ്ങനെയാണോ എന്നോട്, അങ്ങനെയുള്ള ഞാൻ എന്നുള്ള ചിന്താഗതി നോക്കുക. ഈ അഹങ്കാരമെന്നുള്ള ഈ ചിന്താഗതി പ്രിയപ്പെട്ടവരെ നമ്മിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അഹങ്കാരത്തെ പൂർണ്ണമായും നീക്കിക്കളയുന്നതിന് നാം അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട്. അഹങ്കാരത്തെപ്പറ്റി പ്രിയപ്പെട്ടവരെ തിരുവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിലെ 10-ാം അധ്യായം 7-ാം വാക്യം ഇപ്രകാരം പറയുന്നു: അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു, അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു. പൊടിയും ചാരവുമായ മനുഷ്യൻ അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവൻ്റെ ശരീരം ജീർണിക്കുന്നു. നിസ്സാര രോഗമെന്ന് ഭിഷഗ്വരൻ പൊച്ചിച്ചു തള്ളുന്നു, എന്നാൽ ഇന്ന് രാജാവ്, നാളെ ജഡം. മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. ഹൃദയം അവൻ്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതിനോടൊട്ട് ചേർന്ന് നിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. അതിനാൽ കർത്താവ് അപൂർവമായ പീഡകൾ അയച്ചവനെ നിശേഷം നശിപ്പിക്കുന്നു. അഹങ്കാരികളെ ദൈവത്തിന് വെറുപ്പാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ പരിശുദ്ധ അമ്മ പറയുന്ന, അഹങ്കാരികളെ അവിടുന്ന് ചിതറിച്ചു കളയും, എളിമയുള്ളവരെ ഉയർത്തും. സ്നേഹം നിറഞ്ഞവരെ, അതുകൊണ്ട് ഈ ക്രിസ്തുമസിൻ്റെ സന്ദേശം മറ്റൊന്നുമല്ല, നാം എളിമ നിറഞ്ഞവരായിരിക്കണം. എളിമ കൊണ്ട് നാം നിറയുന്നതിന് ആദ്യമായി ഈശോയുടെ എളിമയെപ്പറ്റി മാത്രം ധ്യാനിച്ചാൽ മതി. അവിടുന്ന് തിരഞ്ഞെടുത്ത മാതാപിതാക്കൾ എത്ര എളിമയുള്ളവരായിരുന്നു. ദൈവം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എളിമ നമുക്ക് പരിശുദ്ധ കന്യകാമാതാവിൽ കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് വിശുദ്ധ ഔസേപ്പ് പിതാവിൽ കാണാൻ സാധിക്കും. ഏറ്റവും ദരിദ്ര ജീവിതം നയിച്ച അവരുടെ കൂടെയായിരുന്ന ഈശോ, അവരുടെ മകനായ ഈശോ, പ്രിയപ്പെട്ടവരെ, അവരോടൊപ്പം അധ്വാനിച്ചു. ആ നസ്രത്ത് എന്ന ഗ്രാമത്തിൽ ആർക്കും തിരിച്ചറിയാനായില്ല ഈശോ ആരാണ് യഥാർത്ഥത്തിൽ. കാരണം എല്ലാവരെയും പോലെ അധ്വാനിച്ച്, എല്ലാവരെയും പോലെ സാധാരണ ജീവിതം നയിച്ചു.
പ്രിയപ്പെട്ടവരെ, രക്ഷകനായി ജനങ്ങളുടെ ഇടയിൽ ജനത്തെ പഠിപ്പിക്കേണ്ട സമയം വന്നപ്പോൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കേണ്ട സമയം വന്നപ്പോഴും അവിടുന്ന് അങ്ങേയറ്റം എളിമയുള്ളവനായിട്ടാണ് ജീവിച്ചത്. പലപ്പോഴും സമയത്തിന് ഭക്ഷണം പോലും ലഭിച്ചിരുന്നില്ല. സാധാരണക്കാരനിൽ സാധാരണക്കാരനായി അവിടുന്ന് ജീവിച്ചു. ദൈവമായിരുന്നിട്ട് കൂടെ ദൈവത്തിന് യോജിച്ച ബഹുമാനമോ സ്നേഹമോ ഒന്നും നൽകാതിരുന്നവരോട്, അല്ലെങ്കിൽ ദൈവത്തെ വെറുത്തവരോട്, ദൈവത്തെ ഉപദ്രവിച്ചവരോട്, അപമാനിച്ചവരോട്, അവരോടെല്ലാം അവിടുന്ന് ക്ഷമിച്ചില്ലേ? അതെ, എല്ലാവരോടും അവിടുന്ന് ക്ഷമിച്ചു. എല്ലാവരോടും കരുണ കാണിച്ചു. ക്ലേശിതർക്ക് എപ്പോഴും ആശ്വാസമായി അവിടുന്ന് മാറി. വിശുദ്ധമത്തായിയുടെ 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ പക്കൽ വരുവിൻ, എൻ്റെ പക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാകും. കർത്താവിൽ നിന്നും പഠിക്കുമെന്ന് കർത്താവ് നമ്മോട് പറയുന്നുണ്ട്. അവിടുത്തെ എളിമ. അതുകൊണ്ട് ആ പ്രാർത്ഥന ഓർക്കുക. എളിമയും ശാന്തശീലനുമായ കർത്താവേ, എൻ്റെ ഹൃദയം അവിടുത്തെ ഹൃദയം പോലെ ആക്കണമേ എന്നുള്ള പ്രാർത്ഥന. ഓരോ ദിവസവും ഈശോയെ സ്വീകരിച്ച ശേഷം ഈശോയെ, എന്നിലുള്ള അഹങ്കാരം, ഞാൻ, എന്നെ, എനിക്ക്, എൻ്റെ എന്നുള്ള ചിന്താഗതി, എന്നിലുള്ള അഹങ്കാരം നീക്കിക്കളഞ്ഞ് അവിടെ അങ്ങയുടെ എളിമ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എളിമയുള്ളവരെ ദൈവം എത്രമാത്രം ഇഷ്ടപ്പെടും. പ്രിയപ്പെട്ടവരെ, എളിമ എന്ന പുണ്യം അഭ്യസിക്കുന്നതിനും എളിമ തന്നിലുണ്ടോ എന്നറിയുന്നതിനും ചില കാര്യങ്ങൾ പരിശോധിച്ചറിയുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, എളിമയുള്ളവർ മറ്റുള്ളവരുടെ പ്രശംസ ഇഷ്ടപ്പെടുകയില്ല. പ്രശംസ പലപ്പോഴും നമുക്ക് കെണിയായിത്തീരും. പലപ്പോഴും നമ്മെ വീഴിക്കാൻ പിശാച് പ്രശംസ ഒരുക്കും. നമ്മെ വാനോളം പുകഴ്ത്തും. ഈ പുകഴ്ത്തുന്നവർക്ക് തന്നെ അറിയാം നാം ഇതിനൊന്നും യോഗ്യനല്ല എന്ന്. നമ്മെ സന്തോഷിപ്പിക്കുകയാണ്, നമ്മളെ അഹങ്കരിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം. കർത്താവ് തന്നെ പറയുന്നില്ലേ, വിശുദ്ധ ലൂക്കാസിയുടെ സുവിശേഷത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനമാണിത്. നിങ്ങൾ തന്നെ ഒരു ഭൃത്യൻ വയലിൽ നിന്ന് ഒഴുകുകയോ ജോലി ചെയ്യുകയോ ചെയ്തിട്ട് വരുമ്പോൾ നിങ്ങൾ പറയുമോ, എന്നോടൊപ്പം ഇരുന്ന് നീ ഭക്ഷണം കഴിക്കാൻ? പകരം ആദ്യം നീ അരമുറയ്ക്ക് എന്നെ സേവിക്കുക, അതിനുശേഷം നിനക്ക് ഭക്ഷണമാകാം. പറഞ്ഞത് അനുസരിക്കുന്നതുകൊണ്ട് ഭൃത്യൻ നന്ദി അർഹിക്കുന്നുണ്ടോ? ഇല്ല. അപ്രകാരം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞവയെല്ലാം ചെയ്ത ശേഷം ഇപ്രകാരം പറയുക, ഞാൻ ഉപയോഗശൂന്യനായൊരു ദാസൻ മാത്രമാണ്. അതേ പ്രിയപ്പെട്ടു, ഈ ഭൂമിയിൽ എത്ര വർഷം നാം കഠിനമായി പരിശ്രമിച്ചാലും, ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ പരിശ്രമിച്ചാലും, ചെയ്യേണ്ടത് വെച്ച് നോക്കുമ്പോൾ എത്രയധികമാണ് പ്രിയപ്പെട്ടവരെ നാം ചെയ്യാനുള്ളത്. നമുക്ക് ചുറ്റുപാടും ഈശോയെ അറിയില്ലാത്ത ഒരാളെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ധാരാളമായി പ്രവർത്തിക്കാനുണ്ട് എന്നുള്ളതല്ലേ സത്യം. അതേ സത്യമാണ്. അതുകൊണ്ട് മനുഷ്യരുടെ പൊട്ട പ്രശംസയ്ക്ക് നാം ഒരിക്കലും കാതു കൊടുക്കരുത്. ഈശോ ഒരു സന്ദേശത്തിൽ ഒരു മിസ്റ്റേക്കിനോട് പറയുകയുണ്ടായി, മനുഷ്യരുടെ പൊട്ട പ്രശംസ ആഗ്രഹിക്കുന്നവർ എനിക്ക് വെറുക്കപ്പെട്ടതാണ്. നമ്മൾ ആഗ്രഹിക്കരുത്, അത് മറ്റവൻ്റെ കെണിയാണെന്നോ. അടുത്തായി നാം എന്തെങ്കിലും ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചെന്ന് വിചാരിക്കുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കാര്യം, ഒരു ഉത്തരവാദിത്വം നല്ല രീതിയിൽ ചെയ്തു. പലരും വന്ന് വളരെ നന്നായിരുന്നു കേട്ടോ. ഒരു പക്ഷേ അവർ പറയുന്നത് ശരിയായിരിക്കാം. എന്നാൽ ഒന്ന് ഓർക്കണം, ഈ ഒരു പെർഫോമൻസ് ചെയ്യുന്നതിന് മുമ്പ് നാം വിശ്വാസിയാണെങ്കിൽ ആദ്യം ദൈവത്തിൻ്റെ പക്കലേക്ക് പോകും.
കർത്താവ് എന്നെ സഹായിക്കണമേ, ഈ എന്നെ ഏൽപ്പിച്ച കാര്യം ഭംഗിയായി ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവം ആ പ്രാർത്ഥന കേട്ട് നമ്മളെ സഹായിക്കുന്നത് കൊണ്ടാണ് തീർച്ചയായും ആ ഒരു കാര്യം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയത്. പക്ഷേ ആ പ്രവൃത്തി തൻ്റേതാക്കി മാറ്റി അനുഗ്രഹം മുഴുവൻ നഷ്ടപ്പെടുത്തുന്നതിനാണ് പിശാച് ആൾക്കാരെ പ്രേരിപ്പിച്ച് അഭിനന്ദിക്കുന്നത്. ഇങ്ങനെ അഭിനന്ദിക്കുന്നവരോട് നാം സാധാരണ രീതിയിൽ പറയുന്ന താങ്ക് യു ആണ്. ഒരിക്കലും താങ്ക് യു പറയരുത്. എന്നാൽ താങ്ക്സ് ബി ടു ഗോഡ് പറയണം. അത് നമ്മൾ ശരിക്കണം. ശരിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അങ്ങനെ ശീലമായി മാറി കഴിഞ്ഞാൽ പിന്നെ ആ ശീലമായി മാറിപ്പോകും. കാരണം ദൈവമാണ് അതിന് അർഹൻ. പൂർണ്ണമായ ക്രെഡിറ്റും കർത്താവിനാണ് കൊടുക്കേണ്ടത്. ദൈവം സഹായിച്ചിരുന്നില്ല എങ്കിൽ ഇതിനൊരു അംശം പോലും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവിനോട് കരുണ കാണിച്ചു, അവിടുത്തെ ദയയാൽ ഞാൻ ചെയ്തു. സർവമഹത്വം ദൈവത്തിന്. ഇങ്ങനെ പറയുന്ന ഒരു ആത്മാവിനെ ദൈവം എത്ര സന്തോഷത്തോടെ എത്ര ആനന്ദത്തോടും കൂടെ നോക്കും, എളിമയിൽ വളർത്തും. ഇനിയും ഏതെങ്കിലും ഒരു മിഷൻ നാം ചെയ്ത് പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുക, സന്തോഷത്തോടെ അതിൻ്റെ ഉത്തരവാദിത്തം നാം ഏറ്റെടുക്കണം. അതെൻ്റെ തന്നെ കുഴപ്പമാണ്. എൻ്റെ അശ്രദ്ധ, എൻ്റെ അലംഭാവം, എൻ്റെ ഉത്തരവാദിത്തക്കുറവ്, എൻ്റെ പ്രാർത്ഥനയുടെ കുറവ്, ദൈവത്തിൽ ആശ്രയിക്കാത്തതിൻ്റെ കുറവ്, അതെൻ്റെ തന്നെയാണെന്ന് ഏറ്റെടുക്കുന്നത് എളിമയുടെ ഒരു ലക്ഷണമാണ്. പലപ്പോഴും എളിമയുള്ളവർ താണ ജോലികൾ ഏറ്റെടുക്കും. പലരും ചെയ്യാൻ മടിക്കുന്ന ജോലികൾ സന്തോഷത്തോടെ എളിമയോടുകൂടെ പെറുപെറുക്കാതെ സന്തോഷത്തോടെ. എളിമയുള്ളവർ എപ്പോഴും ദരിദ്രരോടും നിസ്സഹായകരോടും വിഷമം അനുഭവിക്കുന്നവരോടും എപ്പോഴും കരുണയും ദയയും സ്നേഹവും ഉള്ളവരായിരിക്കും. എളിമയുള്ളവർ അപമാനം സന്തോഷത്തോടെ സ്വീകരിക്കും. ഉദാഹരണം, നാം ചെയ്യാത്തൊരു കാര്യം മറ്റുള്ളവരുടെ മുമ്പിൽ, അതും ബഹുമാന്യരായിട്ടുള്ളവരുടെ മുമ്പിൽ നമ്മിൽ ആരോപിച്ചാൽ നാം എങ്ങനെയായിരിക്കും അതിനോട് പ്രത്യുത്തരം ചെയ്യുക? പലപ്പോഴും പലരും ദേഷ്യപ്പെടും. ഞാൻ ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തിയായതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് അത് ഉൾക്കൊള്ളാനാവില്ല, അവർ പൊട്ടിത്തെറിക്കും. ഞാൻ ചെയ്തിട്ടില്ല, ആരാണ് നിങ്ങളോട് പറഞ്ഞത്? പല രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കും. പക്ഷെ അവിടെയും സംയമനം പാലിക്കുന്നതാണ് എളിമയുടെ ലക്ഷണം. ഇല്ല, ഞാനത് ചെയ്തിട്ടില്ല, സത്യം പറയുക. ഞാൻ ചെയ്തിട്ടില്ല, ഞാനെല്ലാം ചെയ്തു എന്ന് നമുക്ക് സൗമ്യതയോടെയും ശാന്തതയോടെയും പറയുന്നതാണ് പൊട്ടിത്തെറിച്ച് അഹങ്കാരം പ്രകടമാക്കുന്നതിനേക്കാൾ നല്ലത്. പ്രിയപ്പെട്ടവരെ, എളിമയുള്ളവർ ശാസനകൾ സന്തോഷത്തോടെ സ്വീകരിക്കും. ഇതെൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് കരുതി അതിനെ എതിർക്കാതെ സ്വീകരിക്കുകയും, അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന ഉപദേശങ്ങൾ നമ്മുടെ അധികാരികളിൽ നിന്നാകാം, ആയിരുന്നുമാകാം, ചെറിയവരിൽ നിന്ന് വരെയുള്ള ഉപദേശങ്ങൾ നല്ല എളിമയുള്ളവർ സ്വീകരിക്കും. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന പോലെ എളിമയുള്ളവർ മറ്റുള്ളവരെ തങ്ങളെക്കാളും ഉപരിയായി ശ്രേഷ്ഠമായി കാണും. ഒരുപക്ഷെ തൻ്റെ അത്തരം വിദ്യാഭ്യാസമില്ലാത്തവരായിരിക്കും, ദരിദ്രനായിരിക്കാം, യാചകനായിരിക്കാം, ആരുമായിക്കോട്ടെ, തനിക്കില്ലാത്ത ഒരു ഗുണം തീർച്ചയായും ആ വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ വ്യക്തി തന്നേക്കാൾ ശ്രേഷ്ഠനായി പരിഗണിക്കപ്പെടേണ്ടതാണ്. എളിമയുള്ളവർ എപ്പോഴും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠനായി കരുതുന്നു. പ്രിയപ്പെട്ടവരെ, എളിമയുള്ളവർ ഒരിക്കലും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാറില്ല, അവരുടെ കുറ്റങ്ങൾ കേൾക്കാറുമില്ല. അവരോർക്കും ആ സമയത്ത് കർത്താവിൻ്റെ വചനം, നിന്റെ കണ്ണിലൊരു വലിയ കമ്പ് വന്നിരിക്കുമ്പോൾ എങ്ങനെയാണ് നിനക്ക് മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുത്ത് മാറ്റാൻ സാധിക്കുക? അതെ, നമ്മിൽ ഇത്രമാത്രം കുറവുകളും കുറ്റങ്ങളും ന്യൂനതകളും ഉള്ളപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മനസാക്ഷി അനുവദിക്കുക മറ്റുള്ളവരെ കുറ്റം പറയാൻ? എളിമയുള്ളവർ തീർച്ചയായും ഇങ്ങനെയാണ് ചിന്തിക്കുക. എളിമയുള്ളവർ, പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ നന്മകളെ പകർത്തിയെടുക്കാൻ ശ്രമിക്കും.
എല്ലാ വ്യക്തികളിലും നന്മയുണ്ട്. നന്മയില്ലാത്തൊരു മനുഷ്യനുമില്ല. ഒരു സന്യാസി ഒരിക്കൽ തൻ്റെ ശിഷ്യരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുവാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കാട്ടിൽ പോയി ഒരു മലമ്പ്രദേശത്ത് പോയി ഔഷധ ഗുണമില്ലാത്ത ഒരു ഇല പറിച്ചു കൊണ്ടുവരുവാൻ. ശിഷ്യന്മാർ യാത്ര തിരിച്ചു. രാവിലെ മുതൽ വൈകുന്നേരം വരെ അനേകം വ്യത്യസ്തമായ ചെടികൾ പരിശോധിച്ച്, പക്ഷേ അവർക്ക് ഒരു ഇല പോലും ഔഷധ ഗുണമില്ലാത്തത് കണ്ടുപിടിക്കാനായില്ല. ഈ സത്യം അവർ തിരിച്ചു വന്ന് ഗുരുവിനോട് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, മക്കളെ, ഞാൻ എന്തിനാണ് നിങ്ങളെ പറഞ്ഞയച്ചതെന്നറിയാമോ? ഈ ഭൂമിയിൽ നിങ്ങൾ അനുദിനം കാണുന്ന ഓരോ വ്യക്തിയിലും നന്മയുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. എല്ലാ വ്യക്തികളിലും നന്മയുണ്ട്. അതുകൊണ്ട് അവരുടെ കുറ്റങ്ങളിലേക്കല്ല, നന്മയിലേക്ക് നോക്കുക. ആ നന്മ നമ്മിൽ പകർത്താൻ ശ്രമിക്കുക. ഇതാണ് നാം ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, ചില പാപങ്ങൾ ചെയ്യുന്നവരെ കാണുമ്പോൾ ഒരിക്കലും സ്വയം ചിന്തിക്കരുത്, ഓ, ഞാൻ ഈ പാപമൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഇവരെ പോലെ ഒന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഈ പാപത്തിൽ വീഴില്ല എന്നൊരിക്കലും പറയരുത്. കാരണം അടുത്ത നിമിഷം വീഴാം. നാം ഇതുവരെ വീഴാത്തതിൻ്റെ കാരണം ദൈവം താങ്ങുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ മറ്റുള്ളവരുടെ തെറ്റുകൾ നാം കാണുമ്പോൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. തിന്മയിൽ ചിന്തയിൽ പോലും അവരിൽ കുറ്റം വിധിക്കരുത്. മാത്രമല്ല, ഞാൻ ഈ പാപത്തിൽ വീഴില്ല എന്ന് ഒരിക്കലും പറഞ്ഞേക്കരുത്. ദൈവമേ, ഇത്തരത്തിലുള്ള പാപത്തിൽ വീഴാതിരിക്കാനുള്ള കൃപ തരണമേ എന്ന് ഇങ്ങനെയുള്ളവ കാണുമ്പോഴും കേൾക്കുമ്പോഴും പ്രാർത്ഥിക്കണം. യഥാർത്ഥത്തിൽ എളിമയുള്ളവർ പ്രത്യേക സ്നേഹം ആഗ്രഹിക്കില്ല. ആരിൽ നിന്നും പ്രത്യേക സ്നേഹം, അവർക്ക് ഈശോയുടെ സ്നേഹം മാത്രം മതി. അതിലവർ സംതൃപ്തരാണ്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പ്രത്യേക സ്നേഹം? ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ ശരിക്കും നുകരാൻ തുടങ്ങിയാൽ പിന്നെ മറ്റുള്ള സ്നേഹത്തോട് നമുക്ക് താല്പര്യം ഉണ്ടാകില്ല. എളിമയുള്ളവർ മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കുന്നതിനുതകുന്ന വാക്കുകളോ പ്രവർത്തികളോ ഒന്നും ചെയ്യില്ല. തൻ്റെ വാക്കുകളിൽ, തൻ്റെ പ്രവൃത്തികളിൽ, തൻ്റെ വസ്ത്രധാരണത്തിൽ, തൻ്റെ നടപ്പിൽ, തൻ്റെ ഇരിപ്പിൽ എല്ലാം എളിമ നിറഞ്ഞ രീതിയിലായിരിക്കും അവരുടെ രീതികളും പ്രവർത്തനങ്ങളുമെല്ലാം. ഒരിക്കലും മനസ്സിൽ മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി ഒരു വാക്കുപോലും അവർ പറയില്ല. അങ്ങനത്തെ പ്രവൃത്തികളൊന്നും ചെയ്യില്ല. പ്രിയപ്പെട്ടവരെ, വീണ്ടും നാം കാണുന്നു, എളിമയുള്ളവർ സംസാരിക്കുമ്പോൾ അവർ മറ്റുള്ളവരുടെ ചോദ്യത്തിന് ഉത്തരം മാത്രം പറയുന്നു. തന്നെപ്പറ്റി ചോദിക്കാത്ത കാര്യങ്ങൾ അവർ പറയില്ല. മറ്റുള്ളവർ തന്നെ ബഹുമാനിക്കട്ടെ എന്ന് കരുതി അവർ അത്തരത്തിലുള്ള വാക്കുകൾ, തന്നിൽ ഒത്തിരി നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടോ എങ്കിലും അവരത് മറച്ചു വയ്ക്കുന്നു. അവർ പറയില്ല മറ്റുള്ളവരുടെ മുമ്പ്. എളിമയുള്ളവർ ഇടയ്ക്ക് കയറി സംസാരിക്കാറില്ല. രണ്ടുപേര് സംസാരിക്കുമ്പോൾ തൻ്റെ പ്രാഗൽഭ്യം കാണിക്കുന്നതിന് വേണ്ടിയോ കഴിവ് കാണിക്കുന്നതിന് വേണ്ടിയോ ഒന്നും ഇടയ്ക്ക് കയറി സംസാരിക്കില്ല. എളിമയുള്ളവർ എപ്പോഴും തൻ്റെ ബലഹീനതകൾ അംഗീകരിക്കും. അതുപോലെ ഉച്ചത്തിൽ സംസാരിക്കുക, വലിയ ശബ്ദത്തിൽ ചിരിക്കുക, ഇതൊക്കെ എളിമയുടെ ലക്ഷണങ്ങളല്ല. എളിമയുള്ളവർ അതൊന്നും ചെയ്യില്ല. ശാന്തത. എളിമയുടെ അടയാളം എന്താണ്? ശാന്തതയാണ്. അതേസമയം അഹങ്കാരത്തിൻ്റെയോ ദേഷ്യവും വഴക്ക്, ബഹളം, ഉച്ചത്തിൽ സംസാരം, ഇവയെല്ലാം അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങളാണ്. എളിമയുള്ളവർ എല്ലാറ്റിലും താഴെയായി തന്നെ കാണുന്നു. താഴെ കിടക്കുന്നവർ വീഴാറില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരേക്കാൾ താഴെയായി കാണുന്നത് നല്ലതാണ്. നമ്മൾ വീഴില്ല. എളിമയുള്ളവർ ഒരിക്കലും ആരെയും കുറ്റം പറയില്ല, പ്രത്യേകിച്ച് അധികാരികളെ. അവരിൽ കുറ്റമുണ്ടെങ്കിലും ഒരിക്കലും കുറ്റം പറയുകയോ അവരെ ചോദ്യം ചെയ്യുകയോ അങ്ങനെ പറയുന്നവരുടെ കൂടെ നിൽക്കുകയോ ചെയ്യില്ല. പല കാര്യങ്ങളും അറിയാനുള്ള ആഗ്രഹം ഒരു അഹങ്കാരത്തിനില്ല. അമിതമായ ജിജ്ഞാസ എളിമയുടെ കുറവിനെയാണ് കാണിക്കുന്നത്.
അതുപോലെ തന്നെ എളിമയുള്ളവർ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ അവർ രഹസ്യമായിട്ട് വയ്ക്കും. അതുപോലെ തന്നെ പ്രത്യേകമായി ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എല്ലാവരോടും പറഞ്ഞ് നടക്കാറില്ല. മറ്റുള്ളവർ അറിയട്ടെ എനിക്കിങ്ങനെയുള്ള അനുഗ്രഹങ്ങളും കൃപകളും ഒക്കെ ഉള്ള വ്യക്തിയാണെന്ന് കരുതി മറ്റുള്ളവരോട് പോയി പറയാനോ ഒന്നും ശ്രമിക്കാറില്ല. അതിന് പരിശുദ്ധ അമ്മ ഏറ്റവും ഉത്തമ ഉദാഹരണം. ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യമായിരുന്നു മംഗളവാർത്ത. നൂറ്റാണ്ടുകളായി കാത്തിരുന്ന ജനം നോക്കുക, ഒരു വാക്ക് പോലും തൻ്റെ പ്രിയപ്പെട്ട വരനോട് പോലും പറഞ്ഞില്ല ആ കാര്യം. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, രഹസ്യപരമായ കാര്യങ്ങൾ മൂടി വയ്ക്കുന്നത് ദൈവ മഹത്വത്തിന് നല്ലതാണ്. ആ വചനം പരിശുദ്ധ അമ്മ പൂർണ്ണമായും പാലിച്ചു. അതുകൊണ്ടാണ് യോസേപ്പ് പിതാവ് 3 ദിവസം കഠിന വേദന അനുഭവിക്കുന്ന കണ്ട് പരിശുദ്ധ കന്യകാമാതാവും അത് കണ്ട് അങ്ങേയറ്റം വേദനിച്ചുവെങ്കിലും ഒരു വാക്ക് പറഞ്ഞില്ല. പക്ഷേ ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവമേ അങ്ങ് തന്നെ മനസ്സിലാക്കി കൊടുക്കുക, അങ്ങ് തന്നെ മനസ്സിലാക്കി കൊടുക്കുക. 3 ദിവസം രണ്ടുപേരും സഹിച്ചു. അവസാനം അവിടുന്ന് തന്നെ വിശുദ്ധ ഗബ്രിയേൽ ദൂതൻ വഴിയായ സ്വപ്നത്തിലൂടെ യോസേപ്പ് പിതാവിന് പറയുകയുണ്ടായി. യോസേപ്പ് പിതാവ് മറിയമിനെ തൻ്റെ പക്കൽ കൊണ്ടുവരാൻ ശങ്കിക്കേണ്ട, അവൾ പരിശുദ്ധാത്മാവ് വഴിയാണ് ഗർഭം ധരിച്ചിരുന്നു. ആ നിമിഷം വിശ്വസിച്ചു. പക്ഷേ നോക്കുക, ഏതെല്ലാം പ്രലോഭനങ്ങളുണ്ടായി. ആ പ്രലോഭനങ്ങളെല്ലാം പരിശുദ്ധ കന്യകാമാത അതിജീവിച്ച് രഹസ്യമായി തന്നെ സൂക്ഷിച്ചു. വിശുദ്ധ ജോൺ വിയാനി എളിമയുടെ ഒരു നിർഗുണമായിരുന്നു. എല്ലാ തിന്മകളും ചേർന്ന ജപമാലയുടെ ചരടാണ് അഹങ്കാരം. അതുപോലെ സകല നന്മകളും ചേർന്ന ജപമാലയുടെ ചരടാണ് എളിമയെന്ന്. വിശുദ്ധ സെൻറ്റ് ആൻ്റണി, വിശുദ്ധ അന്തോനീസ് പുണ്യവാളച്ചന് ഉണ്ണീശോയെ കൈകളിലെടുത്ത പുണ്യവാളിന് പലപ്പോഴും പ്രലോഭനങ്ങളുണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും പ്രലോഭനങ്ങളുണ്ടാകാറുണ്ട്. അപ്പോൾ ഒരിക്കൽ ഈശോയോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഈശോ ഈ പ്രലോഭനങ്ങളൊക്കെ കീഴടക്കി മുന്നോട്ട് എങ്ങനെയാണ് ഈശോ പോകാൻ സാധിക്കുക? അപ്പോൾ പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു, മകനെ, എളിമയിലൂടെ. എളിമ എന്താണ്? എളിമ സത്യം. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലേ? അത് തന്നെയാണ് സത്യം, അത് തന്നെയാണ് എളിമ. എല്ലാ കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കും. ദൈവത്തെ കൂടാതെ ഒരു നന്മയുമില്ല. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഏറെയേറെ കാര്യങ്ങൾ എളിമയെപ്പറ്റി പറയാനുണ്ട്. ഇന്ന് ക്രിസ്തുമസ് ദിനമാണ്. ഈ ക്രിസ്തുമസ് ദിനത്തിൽ പ്രിയപ്പെട്ടവരെ, എളിമയിലൂടെ മാത്രമേ രക്ഷ പ്രാപിക്കാൻ സാധിക്കൂ എന്നുള്ള സത്യം നാം മനസ്സിലാക്കണം. എളിമ നമ്മെ പഠിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈശോ കാലിത്തൊഴുത്തിൽ ജന്മമെടുത്തതെന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. എളിമയുള്ളവർ ദൈവത്തെ കാണും. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എളിമയുള്ളവരായി തീരാൻ ആഗ്രഹിക്കും. ദിവസവും എളിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഭൂമിയിലെ ജീവിതം നൈമിഷികമാണെന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത്. പെട്ടെന്ന് കടന്നു പോകും പ്രിയപ്പെട്ടവരെ ജീവിതം. പണത്തിനും ധനത്തിനും സുഖത്തിനും ഈ ലോക ജീവിതത്തിൻ്റെ സുഖത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരൊക്കെ പ്രിയപ്പെട്ടവരെ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. നമുക്ക് എളിമയുള്ളവരാകാം. ഇതെല്ലാം വിട്ടെറിഞ്ഞ് നമുക്ക് പോകേണ്ട ഒരു സമയം വരുന്നുണ്ട്. നാം സമ്പാദിച്ച ഒന്നും നമ്മോടൊപ്പം വരില്ല, കൊണ്ടുപോകാനാവില്ല. എന്നാൽ നമ്മുടെ എല്ലാ കർമ്മഫലങ്ങളും സദ്ഗുണങ്ങളും നാം ചെയ്തവയും ചെയ്യാത്തതും എല്ലാം നമ്മുടെ പുറകെ ഉണ്ടാവും. ദൈവസന്നിധിയിൽ എല്ലാത്തിനും നാം കണക്ക് കൊടുക്കേണ്ടതുണ്ട്. എളിമയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അനേക പാപങ്ങളിൽ നിന്ന് നമുക്ക് അകന്നു മാറി നിൽക്കാൻ സാധിക്കും. മാത്രമല്ല, എളിമയുള്ളവരെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നു. ഏത് ജാതി മതവർഗത്തിൽപ്പെട്ടവരാണെങ്കിലും എളിമ ഉള്ളവരെ ദൈവം അങ്ങേയറ്റം ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് 3 രാജാക്കന്മാരുടെ എളിമ. ഇവയെപ്പറ്റി ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്.
വളരെ മനോഹരമാണ് അവരുടെ എളിമയെപ്പറ്റി. അത് എത്രമാത്രം കേട്ടാലും മതി വരില്ല. പ്രിയപ്പെട്ടവരെ, എളിമയ്ക്കായി നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് എല്ലാവർക്കും എളിമ തന്ന് സഹായിക്കട്ടെ. ആശീർവാദത്തിനായി തെളിവിളിക്കാം. പരിശുദ്ധ കന്യകാമാതാവിൻ്റെ വിശുദ്ധ ഔസേപിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രത്യേക മാധ്യശക്തികളുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.